ബിഗ് ബോസ് വീട്ടിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന പുറത്താകലായിരുന്നു അപ്സരയുടേത്. ടോപ്പ് 5 വരെ അപ്സര എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ ശക്തയായ മത്സരാർത്ഥിയായി മാറാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന്റെ പുറത്താകലും അകത്തുള്ളവരെയും പ്രേക്ഷകരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഇപ്പോഴിതാ അപ്സരയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും മുൻ ഭർത്താവിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അപ്സരയുടെ ഭർത്താവ് ആൽബി. സംവിധായകനാണ് ആൽബി. ആദ്യ ബന്ധം പിരിഞ്ഞ ശേഷമാണ് അപ്സര ആൽബിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. മഴവിൽ കേരളം യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആൽബി മനസ്സ് തുറന്നത്. അപ്സര നേരത്തെ ഒരാളെ വിവാഹം കഴിച്ചിരുന്നു. അത് പിരിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഞാൻ അപ്സരയെ വിവാഹം കഴിക്കുന്നത്. രണ്ടാം ഭർത്താവല്ലേ, രണ്ടാമത് വാങ്ങിയ വണ്ടിയല്ലേ എന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട്. 2024 നമ്മൾ ജീവിക്കുന്നത്. ലോകത്ത് ഒരു സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ആ ബന്ധം വേർപ്പെടുത്തുന്നതോ വലിയ കാര്യമല്ലെന്നാണ് ആൽബി പറയുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ അപ്സരയ്ക്ക് 21 വയസ്സാണ്. അപ്സരയ്ക്ക് ഇനിയും ജീവിതമുണ്ട്. അപ്സര ആ വിവാഹബന്ധം വേർപ്പെടുത്തി 3 വർഷം കഴിഞ്ഞാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. ആ സമയത്തും ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു. ഞാൻ സംവിധാനം ചെയ്തിരുന്ന സീരിയലിലെ നായികയായിരുന്നു അപ്സരയെന്നും അദ്ദേഹം പറയുന്നു. ദയവ് ചെയ്ത് കേരളത്തിലെ സ്ത്രീകളെ മനസ്സിലാക്കണം. ഒരു സ്ത്രീ വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ അതിനു പിന്നിൽ അത്രയും വലിയ കാരണങ്ങളുണ്ടാകും. സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ ബന്ധം വേർപ്പെടുത്തില്ല. രണ്ടാമത്തെ കാര്യം, അവർ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തി മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ആൽബി ചോദിക്കുന്നത്. അപ്സര എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അയാൾ ബെൽറ്റ് വെച്ച് അടിച്ച് അപ്സരയുടെ തുട പൊട്ടി. അതിൻ്റെ ഫോട്ടോ അയച്ചു തന്ന് ചേട്ടാ നാളെ മുതൽ ഷൂട്ടിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. എനിക്ക് അതുവരെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്നൊരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു. പിന്നീടാണ് അയാൾ അപ്സരയോട് ചെയ്തത് അറിയുന്നതെന്നും ആൽബി പറയുന്നു. അപ്സര അരികിൽ കിടന്നുറങ്ങുമ്പോൾ അയാൾ വേറെ പെൺകുട്ടികളെ വിളിച്ചതിൻ്റെ ഓഡിയോ യൂട്യൂബിലുണ്ട്. ഞാൻ അയാളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് അയാളുടെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം. അയാളുടെ ബന്ധം വേർപ്പെടുത്തിയിട്ട് 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബിഗ് ബോസിലെത്തി ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിന് പിന്നാലെ വന്ന് ചീത്ത വിളിക്കുകയാണ് അയാൾ. അയാൾക്ക് വേറൊരു വിവാഹം കഴിച്ച് ജീവിച്ചുകൂടെ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഞാനും അപ്സരയും വിവാഹം കഴിക്കുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ്. രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ആദ്യം. 1ാം സാക്ഷി അപ്സരയുടെ അമ്മയാണ്. ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചതല്ല. ഞങ്ങളുടെ കുടുംബങ്ങളുണ്ടായിരുന്നു കൂടെ. അന്ന് അപ്സരയുടെ മുൻ ഭർത്താവ് യാതൊരു രീതിയിലും പ്രതികരിച്ചിരുന്നില്ല. താലി കെട്ടിയത് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചാണ്. അന്നതെല്ലാം വാർത്തയായിരുന്നു. അന്നും അയാളൊന്നും പറഞ്ഞില്ല. പിന്നീട് വലിയൊരു റിസപ്ഷൻ നൽകി. അന്നും മീഡിയ കവർ ചെയ്തിരുന്നു. അന്നും അയാൾ ഒന്നും പ്രതികരിച്ചില്ല. തിരുവനന്തപുരത്തും റിസപ്ഷൻ നടത്തിയിരുന്നു. അന്നും അയാൾ പ്രതികരിച്ചില്ല. അന്നൊന്നും പ്രതികരിക്കാത്തയാൾ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ പ്രതികരിക്കുന്നു. അയാൾ പറഞ്ഞത് കേട്ട് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകൾ നീ അയാളുടെ ഭാര്യയെ അടിച്ചോണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് കേരള സമൂഹത്തോട് പറയാനുള്ളത്, ഒരു സ്ത്രീ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തി മറ്റൊരു വിവാഹം കഴിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അത്യാവശ്യം സാമാന്യബോധമുള്ളവർക്ക് അത് മനസ്സിലാകും. ടോക്സിക് റിലേഷൻ ആണെങ്കിൽ മാറ്റിവെക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും അദ്ദേഹം ചോദിക്കുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.